അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്റ്റാറ്റസ് വെക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇന്ന് പല ആളുകളും പലതും സ്റ്റാറ്റസിൽ കൂടെയാണ് പ്രചരിപ്പിക്കുന്നത്. അത് നല്ല കാര്യങ്ങളായാലും മറ്റു ആയാലും എല്ലാം ഈ സ്റ്റാറ്റസിലൂടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇതിനെക്കുറിച്ച് പല ആളുകളും പല രൂപത്തിലാണ് പറയുന്നത്. ചിലർ പറയുന്നു അത് അങ്ങനെ പ്രചരിപ്പിക്കരുത്, അത് ദൃഷ്ടി ഉണ്ടാക്കുമെന്നും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അതിൽ പ്രയാസങ്ങളുണ്ടാക്കുമെന്നും പറയുന്നു. മറ്റു ചിലർ പറയുന്നു അത് അങ്ങനെ പ്രചരിപ്പിച്ചാലല്ലേ അത് അറിയുന്നത്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യങ്ങളല്ലേ എന്നും ചോദിക്കുന്നു. ഇതിനൊക്കെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ എന്തായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാകുന്നത്? സ്റ്റാറ്റസ് വെക്കൽ നിരുപാധികം തെറ്റാണെന്ന് പറയാൻ പറ്റൂല. സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമം എന്നല്ലേ ഇപ്പോൾ സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം, പലതും ഉണ്ടങ്ങനെ. അപ്പോൾ നിരുപാധികം തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും, മറ്റുള്ളവരെ അറിയിക്കേണ്ടി വരും. മിസ്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ മിസ്സാവുക, അതുപോലെ തന്നെ വസ്തുക്കൾ മിസ്സാവുക, വാഹനങ്ങൾ മിസ്സാവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയിക്കൽ നിർബന്ധമാണ്. അപ്പം അതിന് എന്തൊക്കെ മാധ്യമങ്ങളായിരിക്കട്ടാണ് ഒരു മാധ്യമ സ്റ്റാറ്റസ്. അപ്പോൾ അതൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മുടെ നിഅമത്തുകൾ നമ്മൾ വിളിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കും ഈ സ്റ്റാറ്റസിലൂടെയൊക്കെ. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ഖുർആനിലൊരു വചനാണ്, ഖുർആനിലൊരു ആയത്താണ്. അല്ലാഹു സൂറത്തിൽ നിങ്ങളുടെ നിയമത്തുകളൊക്കെ നിങ്ങൾ വിളിച്ചു പറയുക എന്ന് പറഞ്ഞ ആയത്ത് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടിയതൊക്കെ പറയേണ്ടതേ, അതല്ലേ ശുക്ർ, അത് ശുക്ർ ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പം അവിടെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിന്. എല്ലാം എല്ലാവരോടും പറയുക എന്നുള്ളത് വരരുത്. അങ്ങനെ ആകുമ്പോൾ നിഅമത്തൊക്കെ നിന്നുപോകും, അതും നമ്മൾ പേടിക്കണം. അപ്പം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഇങ്ങനെ നമുക്ക് കിട്ടിയ നിഅമത്തുകളൊക്കെ നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക, അത് സ്റ്റാറ്റസിലൂടെ ആയാലും അല്ലാതെ വേറെ മാധ്യമങ്ങളിലൂടെ ആയാലൊക്കെ ആകുന്ന സമയത്ത് അവിടെ ആ ആയത്ത് വിശദീകരിച്ചോടത്തൊക്കെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു നിലക്കും നമ്മൾ കിബിറിന് വേണ്ടിയിട്ട് റിയാ, ലോകമാന്യത, അങ്ങനെ ഉണ്ടായാലും ഒരു പൊങ്ങച്ചം, അങ്ങനെ നടിച്ചുകൊണ്ട് നമ്മുടെ ഒരു നിഅമത്തും പ്രചരിപ്പിക്കാൻ പാടില്ല. അത് ശുക്ർ എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് കാര്യമില്ല, അത് തെറ്റാണ്, ചെയ്യരുത്. അതോടൊപ്പം തന്നെ നമ്മളിത് വെക്കുമ്പം മറ്റുള്ളവർ കാണുമ്പം അതിലൂടെ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളോ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ സമ്പത്തിനോ ബിസിനസ്സിലോ എവിടെങ്കിലും പ്രയാസങ്ങൾ വരുവാണെങ്കിൽ അപ്പോഴും നിങ്ങളത് പ്രചരിപ്പിക്കാൻ വേണ്ടി പോവണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ആയത്ത് വിശദീകരിച്ചു കൊടുത്തതിന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് തഫ്സീറിന്റെ കിതാബ് അൽ ബഹറുൽ മദീദ് എന്ന് പറയുന്നത്, അതായത് ഇബ്നുൽ അജീബ തങ്ങളുടെ മഹാനവറുകൾ എടുത്തു പറയുന്നുണ്ട്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ആ ആയത്തോടെ വിശദീകരിക്കുന്നത് ഇതിന്റെ 8-ാം വാള്യം 319-ാമത്തെ പേജിലുണ്ടോ. ഇവിടെ ഇന്നമാ യജൂസു ഇദാ ദക്കറഹു അലാ വജ്ഹി ശുക്രി, അള്ളാഹുവിനക്ക് ശുക്ർ ചെയ്യുക എന്നുള്ള വജ്ഹ് പ്രകാരം നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ പറ്റും, ജായിസാകും. ഇനി വേണ്ട ഔലി യുക്തദാ ബിഹി, അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ മാതൃകയാക്കുക. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പം അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്യും, അപ്പം അതൊരു മാതൃകയാക്കും എന്നുണ്ടെങ്കിലും അങ്ങനെ പറയാൻ പറ്റും. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫഅമ്മാ അലാ വജ്ഹിൽ ഫഖ്രി വറിയാഇ ഫലാ യജൂസു, കിബർ നടിച്ചിട്ടും അതുപോലെ തന്നെ ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ വലിയൊരാളാണ് എന്നുള്ള നാലാൾ അറിയിക്കണം, എനിക്കത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ടാകുമ്പം അത് അനുവദിക്കൂല, ചെയ്യരുത്. ഇപ്പൊ ചില ആളുകളുടെ സ്റ്റാറ്റസിലൂടെ ഒക്കെ ചെറുതേ ഉണ്ടാവുള്ളൂ, പക്ഷെ എങ്കിൽ പൊരിപ്പിച്ചു കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആകുമ്പോഴൊക്കെ എന്താണ്, അതൊക്കെ ഒരു വലിയ ആളാണ് എന്നുള്ള അറിയിക്കലൂടെയൊക്കെ വരിക. അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശുക്ർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ പറ്റുമെന്ന് പറയുന്നു. ഇനി അവിടെ തന്നെ ഇനി വീണ്ടും വിശദീകരിച്ചു മഹാന ഇമാം സർക്കശി റഹിമഹുല്ലൊക്കെ, സർക്കശി ഇമാമിന്റെ തഫ്സീറുൽ കശ്ശാഫിലൂടെ സർക്കശിലും ഇമാം സമഖ്ശരി തങ്ങളുടെ കശ്ശാഫിലൂടെ സമഖ്ശരി ഇമാമൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും പേടി വന്നാൽ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പറയാൻ പോകരുത്, അത് കിത്മാൻ ചെയ്യണം, മറച്ചു വെക്കണം എന്നുള്ളത്. ഇതിൻ്റെ 4-ാം വഴി ഇതാണ്. ഒരുപാട് മുഫസ്സിരീങ്ങൾ എടുത്തു പിടിച്ചിട്ടുണ്ട്, ഒരുപാട് മുഹദ്ദിഥീങ്ങൾ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇമാം സമഖ്ശരി തങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് പലരും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ 757-ാമത്തെ പേജ് 4-ാം വള്ളിയത്തിൻ്റെ ഉണ്ടോ. ഇന്നമാ യജൂസു മിസ്ലു ഹാദാ ഇദാ ഖസദ ബിഹി ലുത്ഫ ആണോ.
അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലുത്ഫ് അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ആകുമ്പോൾ പറ്റും. അതുപോലെ തന്നെ യുക്തദാ ബിഹി വൈറുഹു അതൊക്കെ നേരത്തെ പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ മാതൃകയാക്കാൻ അങ്ങനെ പറ്റും. പിന്നെ പറഞ്ഞതാ വ അമിന അലാ നഫ്സിഹിൽ ഫിത്നത അതും കൂടി കൂട്ടണം. മറ്റുള്ളവരുടെ ഫിത്ന നമുക്ക് ഏൽക്കാൻ പാടില്ല. അപ്പം നമ്മളിതിങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവരും, മറ്റുള്ളത് കാണുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും പറയാൻ വേണ്ടി പോകണ്ട. ഇനി എങ്ങനെ വന്നാലും സിത്തുറു അഫ്ലു മറച്ചു വെക്കുക നല്ലത്. ഇതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കൊണ്ടുപോകണ്ട. കാരണം കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം എന്തായാലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് നല്ലത് കിട്ടുന്ന ഒരാൾക്ക് കണ്ടുകൂടാത്ത കാലമാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് നിയമത്തിൽ നിന്നു പോകാനേ സാധ്യതയുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ തന്നെയാണ്. അപ്പം ഹദീത്തിൻ്റെ ഒരു ലൈഫായ ഹദീത്താണെങ്കിലും അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ അള്ളാഹുവിൻ്റെ നിഅമത്തുകളൊക്കെ എടുത്തു പറയുമ്പോൾ അതൊക്കെ ശുക്ർ തന്നെയാണ് എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ടല്ലോ. മഹാന ഇമാം സുയൂത്തി റളിയല്ലാഹുവിന് അവിടുത്തെ ജാമിഉ സഗീറിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 521-ാമത്തെ പേജിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. 3398-ാമത്തെ ഹദീസ്. ചില ആളുകളൊക്കെ ഇതാണ് ഉദ്ധരിക്കുക, അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ. ഉണ്ടോ അള്ളാഹുവിൻ്റെ ഈ നിഅമത്തുകൾ നമ്മളിങ്ങനെ എടുത്ത് പറയുമ്പം അത് ശുക്രല്ലേ, അതിങ്ങനെ കാണിക്കുമ്പോൾ ശുക്രന്നല്ലേ അത്. തുർക്കുഹ കുഫുറുൻ അത് പറയാതിരിക്കൽ കുഫറല്ലേ എന്ന് പറയുകയാണെങ്കിൽ ആ ഹദീസും വിശദീകരിച്ചു കൊടുത്ത് ഇതേ സനഖ്ശരി ഇമാമിന്റെ ആ റൂട്ട് തന്നെയാണ് ഇവരൊക്കെ പോകുന്നത്. ഇപ്പോ ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് ഇമാം അസീസ് റഹിമഹുല്ല സിറാജുൽ മുനീർ ഇതീ പറയുന്ന ജാമിഉ സഗീറിന്റെ ഷറഹാണ്. എന്താണ് ഈ ഹദീസിന്റെ മഹല്ല്, എന്താണ് ഈ ഹദീസിനെ വ്യാഖ്യാക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് സിറാജുൽ മുനീറിന്റെ 3-ാം വാള്യം. ഇതിന്റെ 397-ാമത്തെ പേജിലുണ്ടോ മഹല്ലുഹു. ഈ ഹദീസിന്റെ മഹല്ല് പറയാണ്, സ്ഥാനം പറയുകയാണെന്നുണ്ടെങ്കിൽ മാലം യതറത്തബ് അല തഹദ്ദുസ് ബിഹാ മഹ്ദൂറുൻ. ഉണ്ടോ ഒരു പേടിക്കപ്പെടുന്ന ഒരു കാര്യം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെങ്കിലാണ് ഇത് പറയാൻ വേണ്ടി പറഞ്ഞത്. വൈല്ലാ ഫൽ കത്തുമു ഔല അങ്ങനെ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ നല്ലത്, പറയാൻ പോണ്ട, അത് മറച്ചു വെച്ചോളണം, അതാ നല്ലത് എന്നുള്ളത്. ഇതന്നെയാണ് ആരിഫീങ്ങളൊക്കെ ചെയ്തിരുന്നതും പറഞ്ഞു എന്നതും. അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ജാമിഉ സഗീർ വിശദീകരിച്ചു കൊടുത്ത് തന്നെ മഹാന ഇമാം മുനാവി റളിയല്ലാഹു ഫൈദുൽ ഖദീറിലും പറയുന്നുണ്ട്. ഫൈദുൽ ഖദീറിന്റെ 3-ാം വാള്യം ഇതിന്റെ 340-ാമത്തെ പേജിലുണ്ടോ. അപ്പോൾ ഹാദൽ ഖബർ ഇപ്പൊ ഈ പറയുന്ന സംസാരം മൗളിഉഹു മാലം യതറത്തബ് അല തഹദ്ദുസ് ബിഹാ ളാറൂൻ കഹസദിനുണ്ടോ. ഹസദ് പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലോ ഇല്ലാഫൽ കിറ്റുമാൻ ആവൂല അടക്ക മറച്ചു വെക്കുക നല്ലത്, പറയാൻ വേണ്ടി പോവണ്ട. അപ്പൊ ഇത് പറയല് മാത്രമല്ല പൊലിപ്പിച്ചു കൊണ്ടുവരല ഉണ്ടാകുക. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ കിട്ടിയ നിയമത്തുകൾ നിന്നു പോകാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇനി അത് മാത്രമല്ല ഈ പറയുന്ന കണ്ണൂർ നാപ്പോല് പോലത്തെ അതും സംഭവിക്കും. അതൊക്കെ ഉള്ളതിനല്ലേ അല്ലായിനു ഹക്കുൻ കണ്ണൂർ സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ബുഖാരിയും മുസ്ലിമും ഒക്കെ മുത്തഫഖുനലായ ഹദീസല്ലേ. ആ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞില്ലേ, കണ്ണേർ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മോട് ശത്രുതയുള്ള ആളാകൊന്നും വേണ്ട, അല്ലാത്തൊരു സ്വാലിഹീങ്ങളെ ഭാഗത്തു നിന്നായാലും നമ്മളെ മുഹിബീങ്ങളെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ കണ്ണേറുണ്ടാകട്ടോ, അതും പേടിക്കണം എന്നുള്ളത്. ഫത്ഹുൽ ബാരിയുടെ 13-ാം വാള്യം ഇതിന് 145-ാമത്തെ പേജിലുണ്ട്. വ അന്നൽ ഐന തുകൂനു മഅൽ ഇജാബി വലോ ബിഗൈരി ഹസദിൻ. ഹസദൊന്നും വേണമെന്നില്ല നമ്മളോട്, നമ്മളെ മുഹിബീങ്ങളാണെങ്കിലും കണ്ണേറുണ്ടാകും. വലോ മിനർ റജുലുൽ മുഹിബി വമിനർ റജുലുൽ സ്വാലിഹ് എല്ലാം പോയി. അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണെങ്കിലും എങ്ങനെയാണെങ്കിലും കണ്ണേറൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റാറ്റസിലൂടെ അങ്ങനെ പൊലിപ്പിച്ച് കൊണ്ടുവരുമ്പം ഇത് അപ്പുറത്തുള്ള ആളുകൾ കാണുമ്പം സ്റ്റാറ്റസിലൂടെ കാണുന്ന ഏറെക്കുറെ നമ്മൾ മുഹിബീങ്ങളൊക്കെ തന്നെ ഇക്കാരം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താണ് ഇതിന് കാരണം പറഞ്ഞാൽ എന്താണ്, ശുക്ർ ചെയ്യേണ്ടത്. ഇവന്റെ ഉദ്ദേശം എന്താണ്, ഞാൻ വലിയൊരാളാണെന്ന് അറിയിക്കല്. അപ്പം അതിലേക്കൊന്നും പോകരുത്. എന്ത് കിട്ടിയാലും ഇങ്ങനെ ഇതാക്കും. ഇപ്പം നമ്മളെ കുട്ടികളുടെ പഠനത്തിലായാലും അങ്ങനെ പലതിലും പിന്നെ ആ കുട്ടി പഠിക്കണില്ല, പിന്നെ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ ബിസിനസ് ആണെങ്കിൽ പിന്നെ ചിലതൊക്കെ നമ്മൾ അറിയിക്കേണ്ടി വരും. അതായത് പറഞ്ഞു മിസ്സിങ് അങ്ങനത്തെ ഒക്കെ അത് അറിയിക്കണ്ടേ. അങ്ങനെ കച്ചവടത്തിന് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അല്ല, നെല്ലുമ്പതിനും വേർതിരിച്ചിട്ടല്ലേ മനസ്സിലാക്കിയെടുക്കലൊക്കെ ആ രൂപത്തിലാണ്. ഏതായാലും ഇതിൻ്റെ ആകെത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ബിൽജുംല അവസാനം മൊത്തത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യാതെ പോകരുത്. അത് എങ്ങനെയൊക്കെ വേണം എങ്ങനെയൊക്കെ ആണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. ഇപ്പം ശുക്റിനുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട്. സുജൂദിലൂടെ ശുക്ർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ദിക്റിലൂടെ ശുക്ർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഈ പൊലിപ്പിച്ചിട്ട് തന്നെ ആ ശുക്ർ എന്നുള്ളതൊന്നും ഇല്ലല്ലോ. ആ ബിൽജുമില പറയുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ശുക്ർ നമ്മൾ മറന്നു പോകരുത്. എല്ലാ സമയത്തും നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിനെ ഹംദ് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഈ പറയുന്ന ളുഹാ സൂറത്ത്
വിശദീകരിച്ചിട്ട് മഹാന ഇമാം ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാഹ് തഫ്സീറുൽ ജീലാനിയിൽ ബിൽജുംല അവസാനം എന്ന് പറയുന്നുണ്ട്. അത് പൊതുവേ ഈ തഫ്സീറിന്റെ കിതാബിന്റെ റൂട്ട് അങ്ങനെ, ഏത് സൂറത്ത് വിശദീകരിക്കുമ്പോൾ അവസാനം ഖാത്തിമു സൂറത്തിന്റെ അവസാനം നമ്മളൊന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞാണ്ട് അവിൽ ജുംലത്തി മൊത്തത്തിലൊന്ന് പറയട്ടെ. ഈ പറയുന്ന തഫ്സീർ ജീലാനിയുടെ എൻ്റെ 5-ാം വാള്യത്തിന് 440-ാമത്തെ പേജിലുണ്ടോ വബിൽ ജുംലത്തി, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുൻ മിനശ് ശാകിരീൻ ലിനിഅമില്ലാഹ്, അല്ലാഹു തആലാക്ക് നമ്മൾ എപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. വലാ തുകും മിനൽ ഗാഫിലീൻ ഫി ഹാലിൻ മിനൽ അഹ്വാൽ, ഒരവസ്ഥയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ അതിനെ തൊട്ട് ശ്രദ്ധയില്ലാത്ത അശ്രദ്ധവാന്മാരാകാൻ പാടില്ല. ശുക്ർ എപ്പോഴും വേണം. ആ ശുക്ർ ചെയ്യുന്ന മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന റൂട്ടുകളൊക്കെ നമ്മൾ എടുക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ കിബിർ നടിച്ചിട്ടും നമ്മൾ തെറ്റായ മാർഗത്തിലൂടെയല്ല പ്രചരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലൂടെ നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പോകരുത്. അള്ളാഹുവിൻ്റെ നിയമത്തുകൾ നമുക്ക് ധാരാളം വേണം. ഇനിയും തന്നതും അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ഇനിയും ധാരാളം നിയമത്തുകൾ അള്ളാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.